ഹലോ ഗൈസ്, അപ്പം ഞങ്ങൾ എങ്ങോട്ടേക്കാണ് എറണാകുളം. ഇപ്പം രാവിലെ ടൈം 5 മണി. 5 മണി കറക്റ്റ് അല്ല എൻ്റെ വാച്ചിലെ. 5 മണി, ഏകദേശം 5 മണിയൊക്കെ ഉണ്ടാവും. ഞങ്ങൾ 5:20 എൻ്റെ ട്രെയിനായിരുന്നു, പക്ഷെ അതില്ല. നോർമലി 5:45 ട്രെയിനാണ്. സോ 3/4 മണിക്കൂർ ഇവിടെ പോസ്റ്റാ. കിടന്നുറങ്ങാം. അപ്പോൾ തന്നെ ചില്ല എറണാകുളം പോയി കഴിക്കാം. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ എത്തി. ട്രെയിൻ കയറാൻ വേണ്ടി പോന്നതാണ്. ട്രെയിന് കറക്റ്റ് ടൈം തന്നെയായിരുന്നു. അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നു ട്രെയിന്. ഞങ്ങൾക്ക് സീറ്റ് ഒന്നും കിട്ടിയില്ല, പക്ഷെ ഞങ്ങൾക്ക് ഒരു ബർത്ത് കിട്ടി. ഹലോ ഗൈസ്, അപ്പോൾ ട്രെയിൻ ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വാഷ്റൂമൊക്കെ യൂസ് ചെയ്തിട്ടാണ് അങ്ങനെ ലുലുവിലേക്ക് പോകുന്ന ആടെ ഏച്ചി ഉണ്ടാവും. അപ്പോൾ നമുക്ക് എല്ലാവരും ചെറുപ്പമാണ് ഓട്ടോയിലാണ് മെട്രോ സ്റ്റേഷനിലേക്ക് പോവുക. ആൾക്കാർ പള്ളിയിലേക്ക് പോകണം. ഞാൻ നോർത്ത് റെയിൽവേ സ്റ്റേഷനിലായിരുന്നു ഇറങ്ങി. അപ്പൊ ഓട്ടോ ഡ്രൈവറോട് മെട്രോ സ്റ്റേഷൻ എവിടെയാന്ന് ചോദിച്ചപ്പോ കുറച്ച് ദൂരം ഉണ്ടെന്ന് പറഞ്ഞ്. ബട്ട് ആക്ച്വലി അവിടുന്ന് ഒരു 5 മിനിറ്റ് നടക്കാനായിരുന്നുള്ളൂ. പക്ഷെ ഞങ്ങൾ ഓട്ടോ ഡ്രൈവർ പറ്റിച്ചു. ഞങ്ങളുടെ അടുത്ത് നിന്ന് അയാൾ 50 രൂപ വാങ്ങിച്ചു. അപ്പൊ നമ്മൾ മെട്രോ സ്റ്റേഷനിലെത്തി. ഇവിടുന്ന് എടപ്പള്ളിയിലേക്ക് മെട്രോ സ്റ്റേഷൻ വെയിറ്റിംഗ് ഫോർ മെട്രോ. അങ്ങനെയാണ് മെട്രോ കയറി. എടപ്പള്ളി സ്റ്റോപ്പിലാണ് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടത്. അപ്പൊ വീഡിയോ എടുക്കുന്ന വേണ്ടിട്ട് ഒക്കെ കുറവായിട്ട് വീഡിയോ സ്റ്റോപ്പ് ആക്കുന്നല്ല അവള് പറയുന്നേ. എടപ്പള്ളി ഏച്ചി വെയിറ്റ് ചെയ്യും. അവളെയും കണ്ട് അങ്ങനെ ഞാൻ ലുലുവിലേക്ക് നടക്കുകയാണ്. അപ്പൊ അവള് ഹായ് പറയാണ്. ഒരു പ്ലാനും ഇല്ലാണ്ട് വന്നതിനെ കൊണ്ട് ഇന്നത്തെ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്യാണ് ഞങ്ങള്. കിട്ടി എവിടുന്ന് കിട്ടി. അങ്ങനെ 2 ആളിൽ നിന്ന് 3 ആളായപ്പോ ഒന്നുകൂടെ പവർ കൂടി ഗൈസ്. പക്ഷെ ഒരാളെ മിസ് ചെയ്യുന്നുണ്ട്, ദിനു. അവള് വേറൊരു ട്രിപ്പിൽ അടിച്ചു പൊളിക്കാണ്. ആ വീഡിയോ വേറെതായിട്ട് വരുന്നുണ്ട്. ഇത് പെട്ടെന്ന് പ്ലാൻ ചെയ്ത ട്രിപ്പായിരുന്നു. രാത്രി പറഞ്ഞു പോവാ, പിറ്റേന്ന് രാവിലെ ഇറങ്ങി. അങ്ങനെയുള്ള ഒരു ട്രിപ്പായിരുന്നു. ആക്ച്വലി ഞാൻ എല്ലാരും കൂടെ മൂന്നാർ പോകണ്ടായിരുന്നു. ദിനു മൂന്നാർ ട്രിപ്പിലാണ്. എന്റെ എക്സാം കാരണം എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ ഞാള് പിറ്റേന്ന് ഈ ഒരു വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് പോയാലോ എന്ന് ചോദിച്ച് അങ്ങനെ വന്ന്. അതുകൊണ്ടാണ് ഈ ട്രിപ്പ് ദിനു മിസ്സായത്. അങ്ങനെ ലുലുവിൽ ഞങ്ങൾ അനാഥ പ്രേതങ്ങളെ പോലെ അലഞ്ഞു തിരിയാണ് ഗൈസ്. എന്ത് ചെയ്യണം എന്താക്കണം തിരിയാത്ത ഒരവസ്ഥ. ഫുൾ ക്രൗഡഡ് ആയിരുന്നു. അപ്പൊ അവിടെ ഒരു ടെഡി ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങോട്ടേക്ക് ഞങ്ങൾ കയറി. 2 ആഴ്ച ഭക്ഷണം കിട്ടാണ്ട് ഭക്ഷണം മുന്നിൽ കണ്ട അവസ്ഥയായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. ടെഡി ഷോപ്പ് കയറി അപ്പൊ ഏതെടുക്കണം തിരിയാണ്ട് ഫുൾ എല്ലാം എടുത്ത് വാരി പിടിക്കാണ്. യൂണിക്കോൺ ലവർ വീഡിയോയിൽ കാണിക്കല്ലേ. സോ ചീപ്പ് റൈറ്റ്. എനിക്ക് അപ്സി ഗിഫ്റ്റ് ചെയ്തേക്ക്. ഹായ്. പക്ഷെ എനിക്ക് ഇഷ്ടമായില്ല. എനിക്ക് മേലത്തെ ബ്ലൂ ആ ഇഷ്ടമായി. വാട്ടർ ബോട്ടിലൊക്കെ അവിടെ ക്യൂട്ട് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷെ ആളൊന്നും വാങ്ങിച്ചിട്ടില്ല. അതൊന്നും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നില്ല. ചെറിയ യൂണിക്കോണിന് തന്നെ 1000 എബോ റേറ്റ് ഉണ്ടായിരുന്നു. ഞാളൊന്നും വാങ്ങിച്ചില്ല. അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. ഇതിപ്പോ ഡിസംബർ സീസൺ ആയതുകൊണ്ട് തന്നെ ക്രിസ്മസ് ആണ്. അപ്പൊ ലുലു ഫുൾ ഡെക്കറേറ്റഡ് ആണ്. ക്രിസ്മസിന്റെ ഒരു വൈബ് നമുക്ക് അവിടെ കേറിയാ തിരിയാ. ഫുൾ ട്രീ ആയാലും സ്റ്റാർ ആയാലും ലൈറ്റ് ആയാലും ഫുള്ളി ഡെക്കറേറ്റഡ് ആണ്. അത് നമ്മളിങ്ങനെ നോക്കി നിന്നു. അത് നോക്കിയിരിക്കുകയാണ് ഞങ്ങള് രണ്ടാളും. ഒന്ന് കണ്ടൊക്കെ അതിപ്പോഴാണ് കാണുന്നില്ല. ഈ
ഗെയിം സോണിൽ കയറിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഒരു ലൈറ്റും അതൊരു ഫീൽ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ ആൾക്ക് ഇവിടെ എന്ത് ചെയ്യണം എന്താക്കണം എന്നൊന്നും ഞാൻ അറിഞ്ഞുകൂടാ. ഇത് വീഡിയോയിൽ കണ്ടിട്ടുള്ള ഒരു പരിചയം. ലുലുലു വന്നിട്ടുണ്ട്, പക്ഷേ നമ്മൾ ഇങ്ങോട്ടൊന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ എന്താക്കണം ഞാൻ അറിഞ്ഞുകൂടാ. ഓരോരുത്തർ കളിക്കുന്നതെങ്കിൽ നോക്കി ഞാൻ നിൽക്കുകയാണ്. പിന്നെ കോയിൻ ഇട്ടിട്ട് ടെടി എടുക്കുന്ന ഗെയിം ഇത് ചെയ്യണം നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ ഇങ്ങനെ ചെയ്യാൻ ഞാൻ അറിയാത്തതിനെ കൊണ്ട് അവർ ചെയ്യുന്ന നോക്കി നിൽക്കുകയാണ് ആള്. ഇത് ഞാൻ സെക്ഷൻ അല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി അങ്ങനെ അന്വേഷിക്കാനും പോയില്ല. ജസ്റ്റ് അതൊക്കെ നോക്കി ഇങ്ങനെ ഇറങ്ങി ഫുഡ് കോർട്ടിലൂട്ട് ഇങ്ങനെ നടക്കുകയാണ്, തേരാപ്പാര നടക്കുകയാണ് വീഡിയോ എടുത്ത്. പിന്നെ ഞങ്ങളുടെ മെയിൻ സെക്ഷനായ താഴെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്ന് ഒന്നുമില്ല, തിന്ന ഈ ഒരു ഉദ്ദേശത്തോടെ മാത്രം വന്നതാണ്. അതിന്റെ അപ്പുറം ഞങ്ങൾക്ക് ഒരു ഉദ്ദേശവും ഇല്ല. കുറെ നേരത്തെ തപ്പലിന് ശേഷം ഞങ്ങൾ ഫുഡ് എടുത്ത് ചില്ലി ചിക്കൻ പപ്സ് ആയിരുന്നു എടുത്തത്. പിന്നെ ഡ്രിങ്ക്സിന് ഞങ്ങള് റോസ് മിൽക്കും കൂടി ആയിരുന്നു എടുത്തത്. ബില്ലാക്കുന്നിടത്ത് നല്ല ക്രൗഡഡ് ആയിരുന്നു, നല്ല തിരക്കുള്ളതുകൊണ്ട് നല്ല ക്യൂ ഉണ്ടായിരുന്നു അവിടെ. അതിനുശേഷം ഞങ്ങള് ബില്ല് ചെയ്ത് മേലെ ഫുഡ് കോർട്ടിൽ പോയി ഫുഡ് കഴിച്ചു. ക്യൂ ആണ് ഗൈസ്. കഴിച്ചില്ലേ? ഫുഡ് നല്ല അടിപൊളിയായിരുന്നു. ചില്ലി ചിക്കൻ പപ്സ് ഞങ്ങളെ ഫസ്റ്റ് ട്രൈ ആയിരുന്നു. അത് 100% ഓക്കെ ആയിട്ടായിരുന്നു. പക്ഷെ റോസ് മിൽക്ക് കുറച്ച് അബദ്ധമായിരുന്നു. അബദ്ധമൊന്നുമല്ല, ഒരു ഓക്കെ ഐറ്റം. പിന്നെ അവിടെ നല്ല വ്യൂ ആയിരുന്നു. ഒരു എറണാകുളത്ത് നിന്ന് ദുബായിൽ എത്തിയ ഒരു ഫീൽ ആയിരുന്നു ആ വ്യൂ. ഞാൻ അവിടുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് പിന്നെ തേരാപ്പാര നടക്കുകയായിരുന്നു. വേറെ പണിയില്ല പ്രത്യേകിച്ച്. ഇത് ഞാൻ ലുലുന്ന് ഇറങ്ങുകയാണ്, തിരിച്ച് പോവാണ്. ഇനി ഞങ്ങൾ ബ്രോഡ്വേയിലേക്ക് പോവാണ്. ഇപ്പൊ ഞങ്ങൾ ബാക്കിൽ കാണുന്നത് ചേച്ചിയുടെ ഹോസ്റ്റലാണ്. അപ്പൊ അവിടുന്ന് ഓള ബോട്ടിലും വെള്ളം എടുത്ത് ഇപ്പൊ ഞങ്ങൾ ബ്രോഡ്വേയിലെത്തി. ഒരു ഉച്ച ടൈം ആയതിനെ കൊണ്ട് തന്നെ ബ്രോഡ്വേയിൽ വലിയ ക്രൗഡ് ഇല്ലായിരുന്നു. പക്ഷെ നൈറ്റ് ആകുമ്പോഴേക്ക് നിൽക്കാനുള്ള സ്ഥലം കൂടെ ഇല്ലായിരുന്നു അവിടെ. ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ നോക്കി വാങ്ങിക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. ക്രിസ്മസ് ആയതിനെ കൊണ്ട് തന്നെ ഐ റിലേറ്റഡ് ഫോട്ടോഷൂട്ടിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി ഇപ്പൊ വാങ്ങുന്നതാണ് കണ്ടത്. പിന്നെ ഉച്ചയാണെങ്കിൽ പോലും ക്രൗഡഡ് ആയിരുന്നു, പക്ഷെ വലിയ രീതിയിലില്ല. ബ്രോഡ്വേയിൽ കറങ്ങി നടന്ന് ഞങ്ങൾ ഒരു പ്ലാസ്റ്റിക് ഫ്ലവർ ഷോപ്പിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അത് അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പ്ലാസ്റ്റിക് ഫ്ലവർ വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കമ്പാരിറ്റീവ്ലി ഇവിടുത്തെ അപേക്ഷിച്ച് അവിടെ നല്ല ചീപ്പ് റേറ്റ് ആയിരുന്നു. പക്ഷെ അവിടെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ലതൊന്നും ഞങ്ങൾ കണ്ടില്ല. നല്ലതുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതില്ലായിരുന്നു. അതുകൊണ്ട് വേറെ കടയും തപ്പി ഞാളിങ്ങനെ നടക്കാണ്. അപ്പൊ മുന്നേ തന്നെ ഒരു കട ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറെ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. ബട്ട് അത് അവിടുന്ന് ഇന്ന് വാങ്ങാൻ പറ്റില്ല, ക്രിസ്മസ് ആയതിനെ കൊണ്ട്. ഞാൻ ക്രിസ്മസ് സാധനങ്ങൾ ഇന്ന് സെയിൽ ചെയ്യുള്ളൂ എന്നുണ്ട്. ഹോൾസെയിലായിട്ട് ഫ്ലവേഴ്സ് ഒന്നും സെയിൽ ചെയ്യില്ല. പക്ഷെ അവിടുന്ന് ഞങ്ങൾ കുറെ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ നോക്കി, എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ ഓരോന്ന് എടുത്ത് നോക്കുകയാണ്. ഹായ്, ഇതൊക്കെ ഇതെന്റെ ക്ലാസ്സിൽ പെണ്ണിന്റെ അടുത്തിട്ട് ഓളിതും ചോദിച്ചോക്ക്. നമുക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ ഒന്ന് വാങ്ങണേ. 250 ചക്കര നോക്കിക്കൊണ്ടേയിരിക്കുന്ന ഗ്ലാസ് എല്ലാവർക്കും അറിയായിരിക്കും. കുറച്ചു മുന്നേ ടിക്ടോക്കിലൊക്കെ വൈറലായ സാധനമായിരുന്നു. ഓൾറെഡി അതിൽ വെള്ളം ഉള്ള പോലെ ഫീൽ ചെയ്യും, ബട്ട് വെള്ളം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നോക്കി കളിക്കാനും അവിടെ അങ്ങോട്ടും മുഖത്ത് ഓരോരുത്തരുടെ മുഖത്തൊക്കെ ഒഴിച്ച് നോക്കുകയാണ്. പിന്നെ അവിടെ ഇഷ്ടം പോലെ നല്ല ചീപ്പ് റേറ്റിൽ കുറെ ക്യൂട്ടായിട്ട് ലിറ്റിൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അതൊക്കെ കണ്ട് അതിങ്ങനെ അതിന്റെ ബ്യൂട്ടി നോക്കിയിരിക്കുകയാണ്. പിന്നെ ഓൾ അതുകൊണ്ട് കളിക്കുകയാണ്.
ഫ്ലവർ ഷോപ്പിന്റെ പുറത്ത് ഇറങ്ങുമ്പോഴേക്ക് പുറത്ത് നല്ല ക്രൗഡായിട്ടുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഞങ്ങൾ ഓരോന്നിൻ്റെ ഭംഗിയും നോക്കി നടക്കായിരുന്നു. ക്രിസ്മസിൻ്റെ ഫോട്ടോഷൂട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അവിടുന്ന് കുറേ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ക്രിസ്മസും കഴിഞ്ഞ് ന്യൂ ഇയറും കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. കുറച്ച് ലാഗായിപ്പോയി. അവിടെ നിന്ന് സാധനമൊക്കെ വാങ്ങി ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഓരോരുത്തർ അവരുടെ ഷോപ്പിൽ കയറാൻ വേണ്ടി ഇങ്ങനെ ഇങ്ങോട്ട് വരും എന്ന് പറയുന്നുണ്ട്. പിന്നെ ചക്കരക്ക് ബാഗ് വാങ്ങേണ്ടിയിട്ട് ഇനി അതിന് വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ അവിടെ കുറേ വലിയ വലിയ ബാഗൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും അവളുടെ ടേസ്റ്റിനൊത്ത ബാഗല്ല. അപ്പോൾ ഞങ്ങൾ ബാഗ് വേണ്ടിയിട്ട് തപ്പുകയാണ്. പിന്നെ പല ടൈപ്പ് ഓഫ് ക്രിസ്മസ് ട്രീ, പിങ്ക് ആയാലും റെഡ് ആയാലും വൈറ്റ് ഗ്രീന്, നമ്മൾ കാണുന്നതിൻ്റെ വൈറ്റ് വെറൈറ്റീസ്, നമ്മൾ ഗ്രീൻ മാത്രമല്ല കണ്ടിട്ടുള്ളൂ, അതിൻ്റെ വൈറ്റ് വെറൈറ്റീസ് ഓഫ് സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള ഗ്രീൻ വൈറ്റ് തീമിലൊക്കെ വരുന്ന ക്രിസ്മസ് ട്രീ, അതൊക്കെ ഒന്നും പറയേണ്ട ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. നല്ല ഭംഗിയുടെ. പിന്നെ ഞങ്ങൾ മെറൈൻ ഡ്രൈവിലോട്ടായിരുന്നു പോയത്. അവിടെ നൈറ്റ് നല്ല എക്സിബിഷനൊക്കെ ഉണ്ടായിരുന്നു. അഡ്വഞ്ചറസ് ആയിട്ടുള്ള റൈഡൊക്കെ ഉണ്ടായിരുന്നു. ആകാശത്തൊട്ടിൽ, തോണിത്തൊട്ടിൽ, അതിലൊക്കെ കയറണമെന്ന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അതൊന്നും ഇന്ന് വർക്കിംഗ് അല്ല. ന്യൂ ഇയറിനാണ് വർക്കിംഗ് എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ അതിൻ്റെ സാഡ്നെസ്സിൽ ഞങ്ങൾ മെറൈൻ ഡ്രൈവിൽ കൂടെ ഇങ്ങനെ നടന്ന് പിന്നെ വെയിലില്ലാത്തൊരു സ്പോട്ട് നോക്കി അവിടെ ഇരുന്നിട്ട് നല്ല ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയാണ് ആൾ പോകുന്നത്. എന്നിട്ട് നല്ല വെയിലില്ലാത്ത സ്പോട്ട് നോക്കി അവിടെ ഇരുന്ന് കഴിക്കാമല്ലോ എന്നുള്ള രീതിയിൽ മാങ്ങ വാങ്ങാൻ വേണ്ടി പോവാണ്. ആക്ച്വലി മാങ്ങ മാത്രം വാങ്ങാനല്ലായിരുന്നു ഉദ്ദേശിച്ചത്. നല്ല ഉപ്പിലിട്ട പൈനാപ്പിൾ ഉണ്ടായിരുന്നു. പക്ഷേ ഏച്ചി സമ്മതിച്ചില്ല. 2 മാങ്ങ തന്നെ വാങ്ങണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചു. അപ്പോൾ ഞങ്ങൾ 2 മാങ്ങ തന്നെയാണ് എടുത്തത്. ഏതിലാണ് കൂടുതൽ ക്വാണ്ടിറ്റി ഇല്ലേ നോക്കിയിട്ട് അങ്ങനെ എടുക്കുകയാണ്, അവർ തിരയാണ്. അപ്പോൾ അത് 2 ഫിക്സ് ആക്കി ഞങ്ങൾ പൈസ കൊടുക്കുകയാണ്. പൈസ കൊടുത്ത് വെയിലില്ലാത്തൊരു സ്ഥലം കണ്ടുപിടിച്ച് ഇരുന്ന് മാങ്ങ തിന്നുമ്പോൾ നല്ല എരിവായിരുന്നു. പോലെ തന്നെ നല്ല എരിവുണ്ടായിരുന്നു. ചക്കരക്ക് വെയിലടിച്ച് നല്ല സൺകിസ്. മാങ്ങ തിന്നതിന് മാത്രം വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല എരിവുള്ള മാങ്ങയായിരുന്നു. അതിൻ്റെ വെള്ളം കൂടിയാണ് ഞാൻ. പക്ഷെ അവർക്ക് രണ്ടാക്കും, ഏച്ചിക്കും ചക്കരക്കും വലിയ രീതിക്ക് അങ്ങ് എഫക്റ്റ് ചെയ്തിട്ടില്ല. എനിക്ക് മാത്രമായിരുന്നു നല്ല രീതിക്ക് എഫക്റ്റ് ചെയ്തത്. മാങ്ങയ്ക്ക് നല്ല എരിവുണ്ടേ കൂടി അവളും ഏച്ചിയും നല്ല ആസ്വദിച്ചാണ് മാങ്ങ തിന്നത്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പും മുളക് ഇട്ട മാങ്ങയൊക്കെ. നല്ല ആസ്വദിച്ച് കഴിക്കുകയാണ് അവർ. വൻ ഗോസിപ്പ് നടക്കുക. സ്നേഹം നോക്കൂ, സ്നേഹം എന്ത് പറയണ കുറച്ചു നേരത്തെ വിശ്രമത്തിന് ശേഷം ഞങ്ങൾ എണീറ്റ് നടക്കാൻ തുടങ്ങി. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ നടക്കുന്നതാണ്. അപ്പോൾ അവൾ വീഡിയോ എടുക്കുന്നുണ്ട്. സൺകിസ്ഡായിട്ട് നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറയാണ്. പിന്നെ ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ അവിടെ 2025 എന്ന് എഴുതിയിട്ടുള്ളതിൻ്റെ എഴുതുന്നതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കംപ്ലീറ്റ് ആയിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ കാണിക്കാണ്ടിരുന്നത്. പിന്നെ അവിടെ ഇങ്ങനെ കുറേ ബോട്ടുകൾ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. നിർത്തിയിട്ടില്ല, റൈഡ് പോകാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ സൺഗ്ലാസ് ഇങ്ങനെ വാങ്ങി. വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ചക്കര വെച്ചതാണ് ഞങ്ങൾ വാങ്ങിയത്. ഏത് വാങ്ങണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് ട്രൈ ചെയ്യും, വീഡിയോ എടുക്കും, ഏതാ രസം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീട്ടിലെ നമുക്ക് ഫോട്ടോ അയച്ചിട്ട് ഏതെടുക്കണം, അപ്പോൾ അതാണ് ചക്കര എടുത്തതാണ് നമ്മൾ ഫിക്സ് ആക്കിയത്. അത് ഏച്ചിയാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ തരൂല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടുന്ന്. പിന്നെ ഞാനത് വെച്ചിട്ടുള്ള പട്ടി ഷോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് നേരം പിന്നെ ഞാനത് കണ്ണിന്ന് അഴിച്ചതേ ഇല്ല. ആക്ച്വലി പറഞ്ഞാൽ കണ്ണ് കാണുന്നും കൂടെ ഇല്ലേനോ അത് വെച്ചിട്ട്. എന്നാലും ചക്കരൻ്റെ കയ്യും പിടിച്ച് അത് അഴിക്കാതെ നടക്കും എൻ്റെ വാശിയായിരുന്നു. അങ്ങനെ തന്നെ ഞാൻ കുറച്ച് നേരം നടന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ചക്കര ഏച്ചിയൊക്കെ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ച് ഞങ്ങൾ ബ്രോഡ്വേയിലേക്ക് തന്നെ വന്ന് രാത്രി അവിടുത്തെ വ്യൂ അടിപൊളിയാണ്, ലൈറ്റൊക്കെ ഇട്ട് കാണാൻ നല്ല രസമായിരിക്കും എന്ന് ചേച്ചി പറഞ്ഞുകൊണ്ട് തന്നെയാണ് തിരിച്ച് ഞങ്ങൾ ബ്രോഡ്വേയിലേക്ക് തന്നെ വന്ന്. നല്ല ഭംഗിയിൽ യേശുവിനെ പുൽക്കൂടിൽ വെച്ചതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. സ്റ്റാർ ലൈറ്റൊക്കെ കത്തിച്ച് പുൽക്കൂടിൻ്റെ ഫുൾ സെറ്റുള്ള ഒരു ഷോപ്പിലേക്കായിരുന്നു ഞങ്ങൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ ഇതിലൂടെ കയറുമ്പോൾ വൈബ് എന്താ പറയാൻ എനിക്ക് അറിയില്ല, അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. ഫുൾ സ്റ്റാറിൽ നിന്ന് വരുന്ന ലൈറ്റ് ഒരു വേറെ തന്നെ ഒരു വൈബായിരുന്നു അവിടെ. പിന്നെ ഗൈസ് ഇത് കാണണം, കാലം പോയൊരു പോക്കെ. എന്തൊക്കെ ടൈപ്പ് ഓഫ് ടോയ് ആണ് അവിടെയുള്ള. ഞാൻ അതൊക്കെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഇങ്ങനത്തെ ടോയ് ഒക്കെ ഉണ്ടോ എന്ന് അയ്യൊരു വൈബിലായിരുന്നു ഞാൻ.
ഇത് പിന്നെയും ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടുള്ള പർച്ചേസ് ആയിരുന്നു. ഇതെടുക്കണോ അതെടുക്കണോ റെഡ് എടുക്കണോ വൈറ്റ് എടുക്കണോ എന്നുള്ളതിലൊക്കെ കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പോൾ ഒരുത്തി റെഡും വെച്ച് നോക്കുന്നുണ്ട്, ഒരാൾ വൈറ്റും വെച്ച് നോക്കുന്നുണ്ട്. ഏതാ രസം, ഡ്രസ്സിന് ഏതാ മാച്ച് ആവുമെന്നൊക്കെ നോക്കാണ്. ഞങ്ങളുടെ ബാഗെല്ലാം എടുത്ത് പോവാണ്. പോവാണല്ല, ഞാൻ ഇപ്പോൾ പോയേനെ. ഞങ്ങളെ ട്രെയിന് 11 സംതിങ്ങിനാണ്. അപ്പോൾ അതുവരെ ഇവിടെ കറങ്ങി അടിച്ച് നടക്കാം. അപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് ബാഗെല്ലാം എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെറൈൻ ഡ്രൈവിലേക്ക് പോവാം. അപ്പോൾ അയ്യവ ഗൈസ്, ഒന്നും പറയാനില്ലാത്തൊരു സ്കൈ ആണ് അവിടെ. ഒരു റെഡിഷ് യെല്ലോ ആയിട്ട് എന്ത് രസമായിരുന്നു എന്നറിയാതെ കാണാൻ. നേരിട്ട് ഇതിലും ഭംഗിയുണ്ടായിരുന്നു. ഈ മരത്തിൻ്റെ ചില്ലകളിലൂടെ അത് കാണുമ്പോൾ ഒരു രക്ഷയില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും സ്കൈൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്ത് പിന്നെ അങ്ങോട്ട് ഞങ്ങൾക്കൊരു 2-3 ഡാൻസ് റീൽസ് എടുക്കാനുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഫുൾ ആൾക്കാരായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ക്രിഞ്ചായിട്ടിരിക്കുകയാണ്, എങ്ങനെ എടുക്കും അതൊക്കെയാണ് ഞങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾക്ക് എടുത്തേ തീരൂ, ഈ ഒരു സിറ്റുവേഷനിലിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ആളില്ലാത്ത സ്പോട്ട് വല്ലതും ഉണ്ടോ എന്ന് നോക്കി നടക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഡാൻസ് റീൽസൊക്കെ ഷൂട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുകയാണ്. 10 മണിക്ക് മെട്രോ സ്റ്റേഷൻ ക്ലോസ് ചെയ്യുന്നതിനെ കൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് നേരത്തെ പോയി റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കാന്നുള്ള രീതിയിലായിരുന്നു തീരുമാനിച്ചത്. അപ്പോൾ രാത്രി ലൈറ്റ് ഇല്ലാത്ത സമയത്ത് ഇതൊക്കെ ലൈറ്റ് കത്തി കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണിത്. അറ്റ് 49-ലാണ് കയറിയത്. ആർക്കും വിശപ്പില്ല. ഞങ്ങൾ വൈകുന്നേരം ഹെവി ആയിട്ട് കഴിച്ചതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആർക്കും ഇപ്പോൾ വിശപ്പില്ല. പിന്നെ ട്രെയിനിൽ പോകുന്നത് കൊണ്ടും പിന്നെ അങ്ങനെ മര്യാദക്കുള്ള ഫുഡ് കിട്ടൂല എന്നുള്ളത് കൊണ്ടാണ് അവിടുന്ന് ഫുഡ് കഴിച്ചത്. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു ജ്യൂസും ഫ്രഞ്ച് ഫ്രൈസും മോമോസുമാണ്, വേറെ ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല. പിന്നെ രാവിലെ മുതലേ വന്നതിൻ്റെ ഒരു ക്ഷീണം ചക്കരേൻ്റെ മുഖത്ത് കാണാനുണ്ട്. ചക്കരേൻ്റെ നല്ല ഞങ്ങൾ എല്ലാവരെയും മുഖത്ത് കാണാനുണ്ട്. നല്ല പുക പാറുന്ന മോമോസ് ആയിരുന്നു കൊണ്ടെത്തുന്നത്. നല്ല ടേസ്റ്റുള്ള ഫുഡൊക്കെ ആയിരുന്നു. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ബ്രോഡ്വേയിൽ പോകാൻ നോക്കുന്ന അവിടുന്ന് ഒരു സാധനം വാങ്ങാനുണ്ട്. സോ നമുക്ക് ബ്രോഡ്വേയിൽ പോവാം. സത്യം പറഞ്ഞാൽ ഉച്ചയ്ക്ക് വന്ന ഒരു സ്ഥലമെന്നേ ബ്രോഡ്വേ കണ്ടാൽ പറയൂല. രാത്രി ഇവിടെ വന്ന് നോക്കുമ്പോൾ ഉച്ചയ്ക്ക് കണ്ട സ്പോട്ടേ അല്ലാണ്ട് മാറി. ഫുൾ ലൈറ്റ്സൊക്കെ വന്ന് വേറൊരു ഭംഗി തന്നെയായിരുന്നു അവിടെ. പിന്നെ ഞങ്ങൾ ലൈറ്റ്സിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് പട്ടിഷോ ഒക്കെ കളിച്ച് വീഡിയോ ഒക്കെ എടുത്തതാണത് സംഭവം. ടയേർഡായി വേർത്തൊലിച്ച് മെട്രോ സ്റ്റേഷനിൽ വന്നതാണ്. പിന്നെ വെയിറ്റിംഗ് ഫോർ മെട്രോ ആയിരുന്നു. അങ്ങനെ എല്ലാം പെട്ടെന്നായിരുന്നു. മെട്രോ വന്ന് റെയിൽവേ സ്റ്റേഷനിലെത്തി. പിന്നെ ട്രെയിന് ലേറ്റ് ആയിരുന്നു. 11 മണിക്ക് വരെ ട്രെയിന് 12 മണിക്കാണ് എത്തിയത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം റെയിൽവേ സ്റ്റേഷനിൽ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. ഫീലിംഗ് വെരി സ്ലീപ്പി, ഫുള്ളി ടയർഡ്. ജേർണി സ്റ്റാർട്ട് ഫ്രം 5 AM. ഉറക്ക് വരുന്നുണ്ടെങ്കിൽ കൂടി ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഞങ്ങൾ ഇരിക്കുന്നത്. അയ്യോ, ടയർഡായി, ഒന്നും പറയാനില്ല. കാലൊക്കെ വേദനിച്ചൊരു വകയായി. ബട്ട് ദ ഡേ വാസ് ഫുള്ളി കളർ. അതാരാ നോക്കൂ. ബസ് 5:30 ബസ്സല്ല ട്രെയിൻ. അല്ല, ട്രെയിൻ ഇപ്പം എത്തി. ബസ് ഇപ്പം ട്രെയിൻ 5:30 ട്രെയിൻ റെഡിക്ക് 3 സംതിങ്ങിന് എത്തണ്ടല്ലേ, ലേറ്റാ. ഇനി ബസ് എപ്പോൾ മണിക്കാ? 5 മണിക്കോ 5:30 6 മണി. 6. അതൊരു റെയിൽവേ സ്റ്റേഷനിലേക്ക് പോസ്റ്റാണ്.
ഇവര് രണ്ടാളും ആക്ച്വലി ട്രെയിനിൽ കുത്തിരി നല്ല ഉറക്കം ഉറങ്ങി. എനിക്കാണെങ്കിൽ ട്രെയിനിന് ഉറക്കം വന്നില്ല. സോ ഞാൻ ഇവർക്ക് കാവലായി ഇരുന്നതാണ് അവിടെ. അതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ അവിടെ സീറ്റ് കണ്ടപ്പോൾ എന്നോട് ഉറങ്ങിപ്പോയി. പിന്നെ ബസ് കയറി സ്റ്റോപ്പിൽ ഇറങ്ങി അവിടെ നിന്ന് ഓട്ടോന് പോവാണ്. സോ ഗൈസ്, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.